ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, സഹോദരങ്ങളെ, സഹോദരികളെ, മക്കളെ, ഉയർപ്പിന് ശേഷമുള്ള ദിവസമാണിത്. ഓരോ ദിനങ്ങൾ നമുക്കറിയാം അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. ആ പ്രത്യേകതയിൽ ഉയർപ്പിൻ്റേതായ വിശുദ്ധി പാലിച്ചുകൊണ്ട് ഞാനും നിങ്ങളും മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, ഉയർപ്പ് കഴിഞ്ഞാൽ നോമ്പില്ല, കുമ്പിടിയിലില്ല, എല്ലാ ദിവസവും കല്യാണം നടത്താം, എല്ലാ പരിപാടിയും നടത്താം എന്നതിൻ്റെ അർത്ഥം നമുക്ക് ഇഷ്ടം പോലെ എല്ലാം ചെയ്യാവുന്നില്ല. നമുക്ക് നോമ്പില്ലാത്തപ്പോൾ നോക്കുന്നതിനേക്കാൾ ഭംഗിയായ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഒരു തെറ്റിദ്ധാരണയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് 50 ദിവസം ആരെങ്കിലുമൊക്കെ ഉപവാസവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർജിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അമിതമായി സേവിക്കാനുള്ള അവസരമാണെന്ന് ഒരു തെറ്റിദ്ധാരണ എവിടെയോ കടന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അറിയേണ്ടതാണ്. ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത്, കുറച്ച് സ്ത്രീകൾ ഒത്തിരി ഭയത്തോടും ഒത്തിരി വിറയിലോടും, എന്നാൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ തൈലം പൂശുക എന്നുള്ള അന്നത്തെ യഹൂദ നടപ്പനുസരിച്ച് ചെയ്യേണ്ടതിനായിട്ട് വരികയാണ്. അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ, കല്ലറ അടച്ചിരുന്ന വലിയ കല്ല് ആരാ ഉരുട്ടാനുള്ളത്, അതിന് തങ്ങളെ കൊണ്ടാവില്ലല്ലോ എന്നുള്ള ആശങ്ക അവർക്കുണ്ട്. ഒരു പക്ഷേ അതങ്ങനെ വരാൻ കാരണം കർത്തൃശിഷ്യന്മാരെല്ലാം മാളികയിലൊക്കെ ഒളിച്ചിരിക്കുകയാണ്, കഥകടച്ചിരിക്കുകയാണ്. പ്രതിസന്ധികളെ അവർക്ക് ഭയമുണ്ട്. അവരും മനുഷ്യരാണ്. ഇതുവരെ അവർ കേട്ടിട്ടില്ല ഒരു മരിച്ചയാൾ തന്നെത്താൻ ഉയർത്തെഴുന്നേറ്റ്. തങ്ങളുടെ ഗുരു മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മരിച്ച ഒരാൾ തന്നെത്താൻ ഉയർത്തു വരുന്നത് അവരാദ്യമായിട്ട് കേൾക്കുകയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് നല്ല ഭയമുണ്ട്. ഈ സ്ത്രീകൾ പാവങ്ങളെ അവിടെ ചെന്നു. പക്ഷെ അവിടെ ഉണ്ടായ ഒരു സംഭവം നമുക്കറിയാം. ഒരു ഇടിമുഴക്കം ഉണ്ടായി എന്ന് വായിച്ച് നിങ്ങൾ വിശുദ്ധ മത്തായിയിൽ നിന്നാണ്. ഇടിമുഴക്കം ഉണ്ടായെന്നും ആ വലിയ കല്ല് ഉരുണ്ടു മാറിയെന്നും കാവൽക്കാര് തലകറങ്ങി മയങ്ങി വീണു എന്നും, അതേ സമയത്ത് ഒരു മാലാഹ വന്ന സ്ത്രീകളോട് പറയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. പക്ഷെ ഭയപ്പെടാൻ ചിലരുണ്ട്. അതാരാ? അസത്യത്തിന് കൂട്ടുനിന്നവരും അസത്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുമായ ആൾക്കാരെ ഇതിനെ വേദന അനുഭവിക്കും. നമ്മൾക്ക് ഇപ്പോൾ ഒത്തിരി വേദനയും പ്രയാസവും ദുഃഖവും ഒക്കെ ഉണ്ട്. ഒന്നല്ല, പലതും. ചെറിയ തോതിലും വലിയ തോതിലും ഒക്കെ നമുക്ക് അനുഭവങ്ങളും വേദനകളും പ്രയാസങ്ങളും ഉണ്ട്. കുടുംബത്തിലായാലും അതുപോലെ സാമൂഹ്യ ജീവിതത്തിലായാലും ഇടവകളിലായാലും സഭയിലായാലും എല്ലാത്തിലും നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുണ്ട്. പലരും അനർഹമായ കുറ്റാരോപണങ്ങൾ ഏൽക്കുന്നുണ്ട്. നമുക്കൊരു വലിയ വേദനയാണ്. മാത്രമല്ല, ഇപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ വേദനയാണ് മിഡിൽ ഈസ്റ്റിലുള്ളതായ യുദ്ധം. അത് നമ്മുടെ ഒത്തിരി സഹോദരങ്ങളെയും സഹോദരികളെയും വലട്ടുമ്പോൾ നമുക്കത് കണ്ടില്ല എന്ന് നടിച്ചിരിക്കാനൊക്കത്തില്ല. നമുക്ക് അവിടെ പോയി യുദ്ധമൊന്നും ചെയ്യാനൊക്കത്തില്ല. യുദ്ധം ചെയ്യാൻ പറയുകയില്ല, ആരും പോവുകയും വേണ്ട. പോയാൽ ഇങ്ങനെ തിരിച്ചു പോരത്തില്ല. പക്ഷേ ഒന്ന് ചെയ്യാം, കണ്ണുനീരോടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ മുമ്പാകെ അടുത്തിയല്ല. അത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തത്തിൽ നമ്മൾ ഒഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ യാമപ്രാർത്ഥനകളിലും യാമപ്രാർത്ഥന നടത്തുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സന്ധ്യയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, അതും ഉണ്ടെങ്കിൽ ഞാൻ ചിലരെ പറ്റി പറയും. അത് അങ്ങനെയുള്ളവർ ആ സമയത്ത് അവിടുത്തെ പ്രതിസന്ധികൾ തീരുവാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. നമ്മൾ ഇവിടെ ഇരുന്ന് ഓരോരുത്തരെ കുറ്റം പറയാം. ആരാണ് ശരി, ആരാണ് തെറ്റ്? ഇപ്പോൾ നവമാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും വായി തോന്നുന്നവർക്കെല്ലാം വിളിച്ചുകൂടാം. വായി തോന്നുന്നത് കോഴയ്ക്ക് പാട്ട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അല്ലേ? എന്ന് പറഞ്ഞ പോലെ കോതയ്ക്ക് പാട്ടുമായിട്ട് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. പ്രാർത്ഥിക്കേണ്ട സമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഇവിടെയാണെങ്കിൽ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ പീഡിപ്പിക്കുവാനും കർത്താവിനെ സംഹരിക്കണമെന്ന് ആർത്തട്ടഹസിക്കുവാനും അതിനെ പ്രേരിപ്പിക്കാൻ കുറേ പേരുണ്ടായിരുന്നു.
അമ്മായിപ്പനെ സ്ഥാനഭ്രഷ്ടനാക്കി ഗവൺമെന്റിന്റെ കൈയോടുകൂടി മഹാപുരസ്ഥാനത്തേറിയ ആളാണ് കയ്യപ്പ. അവർ രണ്ടുപേരും കർത്താവിന്റെ കാര്യത്തിൽ ഒന്നായി. കണ്ടോ, അനീതിക്ക് വേണ്ടി കൂട്ടുനീക്കുന്ന അനീതിയുടെ മക്കൾ തീർന്നില്ല. പിലാത്തോസും ഹെറോദോസ് എന്ന് പറഞ്ഞാൽ അന്നുള്ളതിൽ ഏറ്റവും വികൃതമായ ജീവൻ നയിച്ചാണ്. അവനെയല്ലേ കർത്താവ് കുറുക്ക എന്ന് വിളിച്ചത്. നോക്കി, കർത്താവ് വേറെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആരോടെങ്കിലും കർത്താവ് അങ്ങനെ പറയുന്ന ആളല്ല. പക്ഷേ അത്രമാത്രം ഭയങ്കരമായ ജീവൻ നയിച്ച ഹെറോദോസ്, മറുവശത്തെ സത്യത്തെക്കുറിച്ച് ശരിക്കും അറിയാമായിരുന്നിട്ടും അനീതിക്ക് കൂട്ടുനിന്ന പീലാത്തോസിന് വേദന ഉണ്ടാവേണ്ട വിഷയമുണ്ട്. അവരശുദ്ധരാകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? യഹൂദന്മാർ അങ്ങേരുടെ വിധി കൽപ്പിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കാതിരുന്നത് അയാളെ കളിയാക്കലല്ലേ? എന്നിട്ട് പോലും അവർ രണ്ടുപേരും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഹെരോദോസും പീലാത്തോസും സ്നേഹിതരായി തീർന്നു. ഇവരെല്ലാവരും കൂടി നീതിയുടെ സത്യത്തിന്റെ തമസ്കരണത്തിനൊരുങ്ങിയവരാണ്. അവരൊരുങ്ങി. അതിനോടൊപ്പം പ്രിയ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യൂദായും കൂടി. കിട്ടുന്നത് പോരട്ടെ എന്നും പറഞ്ഞു. ഒത്തിരി പറഞ്ഞിട്ടും ശ്രദ്ധിക്കാതെ പോയ പത്രോസ്. പക്ഷെ അവർക്കെല്ലാം ലജ്ജയാണ്. അവരെല്ലാം തല കുനിയാണ്. തല ഉയർന്നത് സത്യത്തിന് വേണ്ടി ഗുരുവിനോടൊപ്പം നിന്നവർക്കാണ് സന്തോഷം, സഭയ്ക്കാണ് സന്തോഷം. ഞാനും നിങ്ങളും ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, നാം ഏതിൻ്റെ കൂടെ നിൽക്കുന്നു, എന്തിൻ്റെ കൂടെ നിൽക്കും. എല്ലാം പറഞ്ഞാലും സത്യം മാത്രമേ വിജയിക്കൂ. ഏതൊക്കെ അനീതിയുടെ പ്രവാചകന്മാർ കൂട്ടുകൂടിയാലും അതെല്ലാം തകരപ്പെടുമെന്നുള്ള കാര്യം മറന്നു പോകരുതാത്തതായ കാര്യമാണ്. ദൈവം കൂടെയുണ്ടെങ്കിൽ ഒരു അനീതിയും നമ്മളെ തോൽപ്പിക്കുകയില്ല. ദൈവം കൂടെയുണ്ടെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ അനീതിയായി ഒന്നും ചെയ്യാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനതാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഇപ്പം ഈ വർഷത്തെ OBBS വിഷയം അവിടെ പറഞ്ഞു, ഉണർന്നിരുപ്പിൽ ശക്തരാകാവുന്ന. നിങ്ങളെ OBBSമായിട്ട് ബന്ധമുള്ളവർക്ക് അതറിയാവുന്നവർ, അല്ലാത്തവർക്കും നമ്മുടെ കൊച്ചുങ്ങൾ വീട്ടിലൊക്കെ വന്ന് പാടി തകർക്കുന്ന കാര്യങ്ങളാണ്. എന്തുവാ? ഉണർന്നിരുപ്പീൻ ശക്തരാകാം. അവരെ സംബന്ധിച്ചിടത്തോളം ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. പഠിക്കേണ്ട കാര്യങ്ങൾ ഭംഗിയായി പഠിക്കുക. കർത്താവ് നമ്മളോട് പറഞ്ഞു പോകുന്നതിനും, ഉണർന്നിരുപ്പീൻ, ജാഗ്രതയോടിരിപ്പീൻ. പൗലോസ്ലീഹ പറഞ്ഞു, സാത്താൻ അലറുന്ന സിംഹം പോലെ നിങ്ങളെ പിടിക്കുവാൻ കാത്തിരിക്കുന്നു. അവിടെ എന്ത് ചെയ്യണം? ഉണർന്ന് ജാഗ്രതയോടിരിപ്പാൻ പൗലോസ്ലീഹ പറയുന്നു. ഈ ജാഗ്രത നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ആപത്തിൽപ്പെടുന്നത്. എല്ലാം സാമട്ടിൽ പോകുമ്പം, ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞ് ഇനിയും വലിയ കുഴപ്പമൊന്നുമില്ല, ഇത്ര നാളത്തെ പ്രാർത്ഥിച്ചതാണ്, ഇനിയും പ്രാർത്ഥിച്ചില്ലേലും പള്ളി പോയില്ലേലും. ഇപ്പം നമ്മുടെ പള്ളികളിലൊക്കെ പോയാൽ ഉയർപ്പ് കഴിഞ്ഞ് വരുന്ന ആഴ്ചകളിലൊക്കെ പലയിടത്തും ആൾ കുറവാണ്. പെരുന്നാൾ വല്ലതും ഉണ്ടെങ്കിൽ ആയി എന്ന് മാത്രം. അപ്പൊ ഇല്ലെന്ന് വിചാരിച്ച് അലസതയോടെ ഇരിക്കുമ്പോൾ, കർത്താവിന്റെ ശിഷ്യന്മാർക്ക് പറ്റിയ കുഴപ്പമല്ലേ? അവരോടെല്ലാം പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരിക്കണം കേട്ടോ. പല പ്രാവശ്യം പറഞ്ഞു, എനിക്ക് സംഭവിക്കാൻ പോകുന്നു എന്ത് എന്ന് പറഞ്ഞു. അവരൊട്ടും പോലും വില കൊടുത്തില്ലെന്ന് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. അത് ഗതസമയം പ്രാർത്ഥിക്കാൻ പോയപ്പോൾ തന്നെ വേദന നിറഞ്ഞമായ വാക്കുകൾ നിങ്ങൾ കേട്ടേ. അവിടെ പോയപ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. പത്രോസിനോട് പറയുന്നു, സാത്താൻ നിന്നെ പതിര് പോലെ പാറ്റേണ്ടതിന് എന്നോട് പല പ്രാവശ്യം അനുവാദം ചോദിച്ചു. ഞാൻ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ഞാൻ അനുവാദം കൊടുത്തില്ല. ഇത് നാം അറിയേണ്ടതാണ്. ഈ കർത്താവിന്റെ ശിഷ്യന്മാർക്ക് പറ്റിയതാണ്. പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്നപ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ടപ്പോൾ പറയുന്നുണ്ട്, ഒരു നാഴിക നേരമെങ്കിലും എനിക്ക് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ? നിങ്ങളുടെ കുടുംബങ്ങളിൽ, സമൂഹത്തിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ ഇങ്ങനെ പറയുമ്പോൾ അതിന് വില കൊടുത്തില്ലെങ്കിൽ കർത്താവിനോടാണ് ചെയ്യുന്നത്. നമ്മൾ ഉണർന്ന ആർക്കെങ്കിലും വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ ഉണർന്ന് തന്നെ പ്രാർത്ഥിക്കണം, ഉണർന്നിരുന്ന് പ്രവർത്തിക്കണം. അതുപോലെ തന്നെ യൂതിയും അവരുടെ ഇടയിലേക്ക് പോയതെപ്പോഴാ? ശിഷ്യ സമൂഹത്തിൽ നിന്ന് ഒരാൾ പോയത് അങ്ങോട്ട്. ആ സമയത്ത് ഇവിടെ അലസതയോടെ ശത്രുപക്ഷം ഉണർന്നിരുന്ന് പ്രവർത്തിക്കുമ്പോൾ
കർത്താവിനോട് ചേർന്നിരിക്കേണ്ടവർ, കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവർ, കർത്താവിനെ ശക്തിപ്പെടുത്തേണ്ടവർ, അവർ കർത്താവിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിലും അവരെല്ലാം അലസതയിലും ഉറക്കത്തിലുമാണ്. ഞാനും നിങ്ങളും ഉറക്കത്തിലാണെങ്കിൽ അത് കർത്താവിനോട്. കുഞ്ഞുങ്ങൾ പഠിക്കാതിരുന്നാൽ ഉറക്കത്തിലാണ്, അവരനുഗ്രഹീതരാവില്ല. അന്നത്തെ പാഠങ്ങൾ അവർ അഭ്യസിക്കാതിരുന്നാൽ അവർ ഉറങ്ങുന്നവരാണ്, അനുഗ്രഹീതരാവില്ല. ഇത് നമ്മളെല്ലാവരും അറിയേണ്ട. കുഞ്ഞുങ്ങളെ മാത്രം നമ്മൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും പത്രോസ്ലീഹയോട് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടും പത്രോസ്ലീഹ കർത്താവിനോടൊപ്പം നടക്കാനായിട്ടാണ് അദ്ദേഹത്തെ വിളിച്ചത്. നടന്നതോ ഒരകലം വിട്ട് കർത്താവിന് എന്താ സംഭവിക്കുന്നത് നോക്കി നടന്നു. ഇത് നമുക്കുണ്ടാവാതിരിക്കട്ടെ. ഈ വർഷത്തെ അനുഗ്രഹമാണ് OBBSന്റെ വിഷയം. അതോടൊപ്പം തന്നെ ഉയർപ്പ് പെരുന്നാളിനോട് അനുബന്ധിച്ച് വരുന്ന ദിവസങ്ങളിൽ 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. നമുക്കെതിരായി ചിലപ്പോൾ നമ്മൾ ദുഷ്ടന്മാർ കൂടുതലായിരിക്കും, ആണോ നോക്കിയേക്കണം. ദുഷ്ടന്മാർ സത്യത്തിനെതിരെ നിൽക്കുമ്പോൾ ആ ദുഷ്ടതയുടെ കൂട്ടുകെട്ട് പെട്ടെന്ന് പൊളിഞ്ഞു പോകും. സത്യത്തിൻ്റെ കൂട്ടുകെട്ട് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. പരിശുദ്ധ പരിമല തിരുമേനി പറയുന്നൊരു കാര്യമുണ്ട്, വിശുദ്ധിയുടെ മുമ്പിൽ ഒരശുദ്ധിയും നിലനിൽക്കുകയില്ല, അത് നിന്ന് വിറയ്ക്കും. ഇത് വിറയ്ക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാവണം. ദൈവം എൻ്റെ കൂടെയുണ്ട്, എന്നെ ഒന്നും ചെയ്യുകയില്ല, ഞാൻ സത്യത്തിൻ്റെ പാതയിലാണോ എന്ന് നോക്കുക. അടുപ്പമുള്ളവരും ഉടപ്പമുള്ളവരും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അലസതയോടും ഒരു ഉറക്കത്തോടും ഇരിക്കുന്നെങ്കിൽ അവർക്കും ഞാനും നിങ്ങളും ആ കൂട്ടത്തിൽ നമുക്കും ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിരുന്ന് ശക്തരാകുവാനായിട്ട് കഴിയട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ എന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.